ഉസ്താദ് എങ്ങനെയുണ്ട് നമ്മുടെ സുപ്രഭാതത്തിൻ്റെ വെർച്വൽ റിയാലിറ്റി കണ്ടപ്പോൾ? മാഷാ അല്ലാഹ്. കണ്ട് നിങ്ങളിങ്ങനെ ഇതൊക്കെ ഒരു രൂപമാക്കിയ സന്തോഷം, അതോടുകൂടെ അത് കാണുമ്പോഴേക്കുള്ള മനസ്സിൻ്റെ വേദനകളും ദുഃഖങ്ങളും തീരാത്തതാണ്. ആ നിലക്കാണ് എന്നെ കാണുമ്പോഴേക്ക് മനസ്സുണ്ടായൊരു മാറ്റം. സ്ത്രീകളെയും കുട്ടികളെയും ഏത് യുദ്ധത്തിലാണെങ്കിലും കൊന്നു കളയരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകമായി സ്വഹാബത്തിനോട് ഉണർത്തിയിരുന്നു. അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കളോട് കൂടെ വന്നാലും അവരെ കൊലപ്പെടുത്തരുത്, സ്ത്രീകളെയും കുട്ടികളെയും എന്ന് പ്രവാചകർ നിർദ്ദേശിച്ചത് സ്വഹാബത്ത് അക്ഷരം പ്രതി പാലിച്ചിരുന്നു. എന്നാലും നമ്മുടെ ഗസയിൽ ഇസ്രായേലികൾ നമ്മുടെ പൈതലുകളെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൊന്നൊടുക്കിയ ആ ഭീകരമായ അന്തരീക്ഷം ഇതിൽ കൂടി കാണുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് അലിഞ്ഞു പോകും. എങ്കിൽ ദീർഘസാക്ഷികളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് എനിക്ക് ഈ സമയത്ത് ഓർക്കാനും പറയാനുമുള്ളത്. ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളുള്ളത് സുപ്രഭാതത്തിൻ്റെ കുണിയയിലെ എക്സ്പോയുടെ പവലിയനിലാണ്. അപ്പോൾ ഇവിടെ സുപ്രഭാതം സജ്ജീകരിച്ച ഒരു വെർച്വൽ റിയാലിറ്റി ഉണ്ട്, അത് ഉസ്താദ് കണ്ടു. അതിൽ ഞങ്ങൾ തീമാക്കിയിട്ടുള്ളത് സുപ്രഭാതത്തിൻ്റെ വയനാട് ചൂരൽമല ദുരന്തം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ ആ ദുരന്തത്തിൻ്റെ ആഴവും ഒപ്പം ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുമാണ് അതിലെ തീമായി ഞങ്ങൾ വച്ചിട്ടുള്ളത്. നമുക്ക് സമ്മേളന വിശേഷങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഉസ്താദെ, നമ്മുടെ മുമ്പിൽ ഇനി ദിവസങ്ങൾ എന്ന് നമുക്ക് പറയാനില്ല. നമ്മളിപ്പോൾ തന്നെ സമ്മേളനത്തിലാണ്. മണിക്കൂറുകൾ മിനിറ്റുകളായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ തയ്യാറെടുപ്പും ഒരുക്കവും ലോകം ഇങ്ങനെ സാഗൂതം കാത്തിരിക്കുകയാണ് ഈ സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തെ. ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? എത്രത്തോളമാണ് ഇനി നമ്മൾ സജ്ജരാവേണ്ടത്? എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സമ്മേളനം ഇനി സംഭവിക്കുക? സമ്മേളനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നാം ഇത് തുടക്കത്തിൽ കണ്ട ഭൂമിയല്ല ഇപ്പോൾ കാണുന്നത്. വളരെ വിശാലമായി ആരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് സമ്മേളന നഗരിയും നമ്മുടെ ക്യാമ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ 60ാം വാർഷിക സമ്മേളനം സമസ്തയുടേത് നടക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തി. സമ്മേളനം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം വലിയ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ആശങ്ക രേഖപ്പെടുത്തി. എന്തായിരിക്കും ഈ സമ്മേളനം, പരാജയപ്പെടുമോ എന്നുള്ള ഒരു ദുഃഖം മൂപ്പരിലുണ്ടായിരുന്നു, ഒരു വിഷമം. അത് പറഞ്ഞപ്പോഴേക്ക് ഷംസുൽ പറഞ്ഞു, എന്താ കോട്ടുമല നിങ്ങൾ പറയുന്നത്? ഇത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കൾ സ്ഥാപിച്ച സംഘടനയാണ്, അവർ നമ്മോട് കൂടെ ഉണ്ടാകും, അതുകൊണ്ടൊരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥലം അതിവിശാലമാകും. കാരണം ഇത് പാരത്രികമായ ലോകത്ത് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്തതിന് കുത്തിയതിന് പകരം പ്രതികാരമെടുക്കാൻ അവിടെ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഈ ഭൂമി തികയുമോ? അള്ളാഹു പറഞ്ഞു, ഉയ്ദൽ അർളു മുദ്ദത്ത്, ഭൂമിയെ വിശാലമാക്കപ്പെടും ആ സമയത്ത്. അതേപോലെ 100 കൊല്ലം ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി മാത്രം നയിച്ച മഹാരഥന്മാർ സ്ഥാപിച്ച ഈ സംഘടന നടത്തുന്ന ഈ 100ാം വാർഷികം എന്തുകൊണ്ടും അല്ലാഹു തആല ഈ മൈതാനി വിശാലമാക്കി തരും. ഇത് വൻ വിജയമായി തീരും. ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവരുടെ പ്രശംസ പറ്റിയെടുക്കും. ആ രീതിയിലായിരിക്കും ഇത്. എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അന്തസ്സോടുകൂടെ നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാസർഗോഡ് സമ്മേളനം നടക്കുമ്പം കർണാടകയുടെ വലിയൊരു സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കർണാടകയുടെ സാന്നിധ്യം നമ്മുടെ കർണാടകയിൽ, പ്രത്യേകിച്ചും ദക്ഷിണ കന്നഡ ജില്ല, ഇത് സമസ്തക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ല ഇന്ന് ദക്ഷിണ കന്നഡ ജില്ല മാത്രമല്ല, ചിಕ್ಕಮಗಳೂರು ജില്ലയും ഹാസന ജില്ലയും ബംഗളൂരിലുമൊക്കെ ജനങ്ങൾ സജീവമാണ്. എല്ലാം സമസ്തയോടുകൂടെ, സമസ്തൻ്റെ പിന്നിൽ അണിനിരന്നവരാണ് അവർ.
അതിന് നാം മുമ്പ് നടത്തിയ ബംഗളൂരിൽ നടത്തിയ ആ ഉദ്ഘാടന സമ്മേളനം അത് തന്നെ അതിന് ദീർഘസാക്ഷിയാണ്. എത്ര ജനങ്ങളാണ് അന്നവിടെ ഒരുമിച്ച് തടിച്ചുകൂടിയത്. അപ്പോൾ ജനങ്ങളൊക്കെ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ സജീവമാണ്. എല്ലാ സമയത്തിനും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളും പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലതയോടുകൂടെ അതിൻ്റെ സംഘാടകർ നടത്തി വരികയാണ്. ഇപ്പോഴേ എല്ലാ ഇടങ്ങളിലും ഈ ഇടയ്ക്ക് ഞങ്ങൾ നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് അവിടെ ഒരുമിച്ച് കൂടിയ സമയത്ത് ജനങ്ങൾ മുമ്പത്തതിനേക്കാളും കുറവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് കാരണം അതിന് എന്ന് ചോദിക്കുമ്പോഴേക്ക് മനുഷ്യജാലികയിൽ അത് അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം കുനിയയിലാണ് അവിടെയുണ്ട് എന്നാണ്. നമ്മുടെ ശ്രദ്ധകളും സമ്മേളന നഗരിയിലാണ്. അതുകൊണ്ട് ഇപ്പോഴേ അതിന് വേണ്ടി നഗരി കാണാനും ഞങ്ങൾ ക്യാമ്പ് സന്ദർശിക്കാനും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഒരുക്കത്തിലാണ്. ഇനി എന്ത് പരിപാടി ഇവിടെ വെച്ചാലും അത് നടക്കൂല എന്നുള്ളൊരവസ്ഥയിൽ അവർക്ക് ബസ്സുകളും കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് അവിടത്തിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരുക്കത്തിലാണ്. കർണാടകയിൽ സമസ്തയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നു വരികയാണ്. ഉസ്താദിൻ്റെ നാട്ടിലാണല്ലോ ഈ ഒരു സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ വേറൊരു തരത്തിൽ. അപ്പോൾ സംഘാടനത്തിലും അതിൻ്റെ ഒരു ഒരുക്കങ്ങളിലൊക്കെ അത് നമുക്ക് പ്രതിഫലിക്കും. സ്വന്തം നാടിനോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മറ്റുള്ള നാടുകളിൽ നടക്കുമ്പോഴേക്ക് സന്തോഷമുണ്ടെങ്കിലും സമസ്തയുടെ സമ്മേളനം അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സന്തോഷം കാസർഗോഡുകാർക്കും ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർക്കും കർണാടകക്കാർക്കും അതിലേറെ അത് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്തായതുകൊണ്ട് ചിലപ്പോൾ ദൈനംദിനം വന്ന് ഇവിടെ കണ്ടുപോകുന്ന ജനങ്ങളൊക്കെയുണ്ട്. കർണാടകയിൽ നിന്ന് എക്സ്പോ കാണാൻ വേണ്ടി വന്ന സ്ത്രീകൾ കുറവല്ല, ഒരുപാട് സ്ത്രീകൾ വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ ഇന്നലെ വന്ന് ഈ എക്സ്പോ ഇത് കണ്ട് അവർ വന്ന് അത് വർണ്ണിച്ചപ്പോഴേക്ക് ഞാനിത് സമ്മേളനം തുടങ്ങിയതിൻ്റെ ശേഷം 4-ാം തീയതിൻ്റെ ശേഷം ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അവരുടെ വർണ്ണന കേട്ട് ഇന്ന് പിറ്റേ ദിവസം തന്നെ ഇന്ന് തന്നെ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നതാണ്. ഉസ്താദ് ആദ്യമായിട്ട് സംസ്ഥയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു കാലം ഓർമ്മയുണ്ടോ? ഏത് കാലമായിരിക്കും? അന്നത്തെ ആ ഒരു സമ്മേളനത്തിൻ്റെ ഒരു സവിശേഷത എന്തായിരുന്നു? അന്ന് ഞാൻ 60-ാം വാർഷിക സമസ്തയുടെ മഹാസമ്മേളനത്തിന് ഞാൻ സംബന്ധിച്ച ആളാണ്. അന്നത്തെ ആ സമ്മേളനം അത് വല്ലാത്ത ഒരു ആകർഷണീയമായിരുന്നു. അത് ഞാനും ഇന്നും ഓർക്കുകയാണ്. ഈ കടലിൽ കൂടി തോണിയിൽ കൂടി ജനങ്ങളിങ്ങനെ തക്ബീറും ചൊല്ലി മുദ്രാവാക്യങ്ങളുമായി കടന്നു വരുമ്പോഴേക്ക് നൂറുകണക്കിനുള്ള തോണികളായിരിക്കും ഉണ്ടായത്. ഷംസുൽ ഉലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷംസുൽ ഉലമ പറഞ്ഞു, സദസ്സിലുള്ളവർക്ക് അത്ഭുതത്തോടുകൂടി എഴുന്നേറ്റ് നിന്നപ്പോഴേക്ക് ഷംസുൽ ഉലമ പറഞ്ഞു, ഇങ്ങനെയാക്കി വന്നു. എല്ലാവരും ഇരുന്നു. അപ്പോഴേക്ക് ഷംസുൽ ഉലമ പറഞ്ഞു, ജനങ്ങളെ ഇരുത്താനും നിർത്താനും ഈ ഒരു വിരൽക്കൊടി മാത്രം മതിയാകും. ഇവിടെ നമ്മെ പോലീസിൻ്റെ ആവശ്യം നമുക്ക് കൂടുതൽ വേണ്ടി വരില്ല എന്ന് പറഞ്ഞത് ഇന്നും ഞാൻ അഭിമാനത്തോടു കൂടെ അത് ഓർക്കുകയാണ്. ഏതായിരുന്നാലും അത്തരം ഒരുപാട് നല്ല ഓർമ്മകൾ ഈ ഒരു 100-ാം വാർഷികത്തിന് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ഏതായിരുന്നാലും ഇത്രയും സമയം നമ്മുടെ കൂടെ വമ്രാൻ ഉസ്താദ് ചേരുകയായിരുന്നു. താങ്ക് യു.